നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കേസിലെ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. ദിലീപിനെതിരെ പോലീസ് സമർപ്പിച്ച കേസുകൾ ഒന്നും തന്നെ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ലെന്നാണ് വ്യക്തമാകുന്ന കാര്യം. നിർണായക തെളിവായ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ടിൽ പൊരുത്തക്കേടെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കുന്നു. പ്രതികൾ ഫോൺ നശിപ്പിച്ച് കായലിൽ കളഞ്ഞെന്നാണ് അന്വേഷണ സംഘം മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ അന്തിമ റിപ്പോർട്ടിൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും പൊരുത്തപ്പെടുന്നില്ലെന്നാണ് വിധിയിൽ കോടതി വ്യക്തമാക്കുന്നത്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ് ആ മൊബൈൽ ഫോൺ. എന്നാൽ ഫോൺ ഏത് ബ്രാൻഡാണെന്നോ ഏത് നിറമാണെന്നോ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് വിധിയിൽ പറയുന്നത്. ഫോൺ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ പോലും ഫോൺ നശിപ്പിച്ചെന്ന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ നൽകേണ്ടതായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഫോണിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലെല്ലാം ആശയക്കുഴപ്പങ്ങളും പൊരുത്തക്കേടുകളുമാണ് നിലനിൽക്കുന്നതെന്നാണ് കോടതിയുടെ വിമർശനം. കേസിൽ ദിലീപും പൾസർ സുനിയും തൃശൂരിലെ ഹോട്ടൽ പാർക്കിങ്ങിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ ഒരു കഷ്ണം പേപ്പർ പോലും അന്വേഷണ സംഘം ഹാജരാക്കിയില്ലെന്നാണ് കോടതി വിധിയിലെ മറ്റൊരു പരാമർശം. കാറിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ പാർക്കിങ്ങിലെ വാഹന രജിസ്ട്രിയും CCTV ദൃശ്യങ്ങളും മൊഴികൾ ഉൾപ്പെടെ ഒന്നുമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ദിലീപും പൾസർ സുനിയും ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ദിലീപ് പൾസർ സുനിക്ക് 3 തവണ പണം നൽകി എന്ന വാദത്തിനും തെളിവില്ല. പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലെത്തിയ പണം ദിലീപ് നൽകിയതാണ് എന്ന് തെളിയിക്കാനും സാധിച്ചിട്ടില്ല. നാദിർ ഷാ പൾസർ സുനിക്ക് പണം നൽകിയതും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കോടതി വിധിയിൽ പറയുന്നു. 2015 നവംബർ 1 തൃശൂരിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വച്ച് ദിലീപ് പൾസർ സുനിയെ കണ്ടിരുന്നു. ഈ വേളയിൽ 10,000 രൂപ നൽകി. തൊട്ടടുത്ത ദിവസം 1 ലക്ഷം. ഈ തുക സുനി അമ്മയുടെ അക്കൗണ്ടിലിട്ടു. 2016 സെപ്റ്റംബർ 26 ദിലീപിന്റെ സുഹൃത്ത് നാദിർ ഷാ തൊടുപുഴയിൽ വച്ച് 30,000 രൂപ സുനിക്ക് നൽകി. ഇതായിരുന്നു പ്രോസിക്യൂഷൻ വാദങ്ങൾ. സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിലും അത് ദിലീപ് നൽകിയതാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കോടതി കണ്ടെത്തി. മറ്റ് വാദങ്ങൾക്ക് തെളിവ് നൽകാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല. ദിലീപിന് നടിയോട് വിരോധമുണ്ട് എന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കോടതി വിലയിരുത്തി. ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ മുകേഷ് ഉൾപ്പെടെ നൽകിയ മൊഴികളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. മുകേഷിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. സിനിമാ സെറ്റിൽ പൾസർ സുനി ദിവസവും വന്ന് പോകുകയാണ് ചെയ്തത് എന്ന് മുകേഷ് മൊഴി നൽകി. മറ്റു കാര്യങ്ങൾ ഓർമ്മയില്ല എന്നും മുകേഷ് മൊഴി നൽകി. മൊഴിയിലെ അവ്യക്തത പ്രോസിക്യൂഷന് തിരിച്ചടിയായി. ലക്ഷ്യയിൽ പൾസർ സുനി പോയതിന് ഹാജരാക്കിയ തെളിവ് പര്യാപ്തമല്ലെന്നും കോടതി വിലയിരുത്തി. എന്നാൽ തെളിവുകൾ പര്യാപ്തമാണെന്നും അവ മേൽക്കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. നടിയെ ആക്രമിക്കുന്ന വേളയിൽ പൾസർ സുനി പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നില്ലെന്നത് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. സുനി ജയിലിൽ നിന്ന് അയച്ച കത്താണ് ദിലീപിനെ കേസിൽ പ്രതിയാക്കാൻ കാരണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കൃത്യത്തിൽ പങ്കെടുത്ത 6 പേരും ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളും. പിന്നീടാണ് ദിലീപും പൾസർ സുനിയും നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് പോലീസ് ആരോപിച്ചതും ദിലീപിനെ അറസ്റ്റ് ചെയ്തതും. എന്നാൽ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി വിലയിരുത്തി.